ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ കൂട്ടുകാരുടെ വാർഷിക പരീക്ഷയ്ക്ക് കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പം മിസ് ഇതാ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം റെഫർ ചെയ്തിട്ട് കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയേറെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക കേട്ടോ. എന്നിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മക്കൾക്ക് ഈസി ആയിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. നോക്കിക്കേ മക്കളെ, മിസ് ഇവിടെ ഇംഗ്ലീഷ് മീഡിയംകാരുടെയും അതുപോലെ തന്നെ മലയാളം മീഡിയംകാരുടെയും ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യം മിസ് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പറയേണ്ടതായിരിക്കും, അതിനുശേഷം മലയാളത്തിലും പറയൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, ലെറ്റ്സ് ഗെറ്റ് ഓൺ ദി റൈഡ്സ് എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പേര്. നോക്കിക്കേ മക്കളെ, മാനസ ആൻഡ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദി പാർക്ക്. ദേ വാണ്ടഡ് ടു ഗെറ്റ് ഓൺ റൈഡ്സ്. They counted the notes and coins with them. Find how much rupees each one had with them. അതായത് നമ്മുടെ മാനസയും കൂട്ടുകാരും പാർക്കിലെത്തിയില്ലേ. അവർക്ക് എന്ത് ചെയ്യണം മക്കളെ, റൈഡിൽ പോകാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലുള്ള നോട്ടുകളും നാണയങ്ങളും എണ്ണി ഓരോരുത്തർക്കും എത്ര രൂപയുണ്ടെന്ന് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മാനസയും കൂട്ടുകാരും പാർക്കിലാണ് എത്തിയതില്ലേ. അപ്പോൾ അവർക്ക് റൈഡിൽ കയറാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കൈവശമുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമ്മുടെ മാനസയ്ക്ക് 310 റുപ്പീസ് ആണ് അല്ലേ. 310 റുപ്പീസ്, അതായത് 3 10 രൂപയും 1 5 റുപ്പീസിലെ ഒരു 5 രൂപയും 4 2 റുപ്പി കോയിൻസും ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് എമൗണ്ട് എന്നതാണ് കണ്ടെത്തേണ്ടത്. നോക്കിക്കേ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്തരത്തിലുള്ള പത്തുകളും ഒന്നുകളുടെയൊക്കെ എണ്ണം തന്നുകൊണ്ട് ടോട്ടൽ എമൗണ്ട് കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. നോക്കിക്കേ മക്കളെ, അപ്പോൾ മാനസയുടെ കയ്യിൽ 310 റുപ്പി നോട്ടാണ്, അതായത് 3 10 ആണല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതാം. 3 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 30 30 പ്ലസ് അത് 1 5 റുപ്പി ആണല്ലേ. ഒരു 5 രൂപയാണെങ്കിൽ എത്രയാണ് മക്കളെ, 5 ആണ്. അപ്പോൾ അതേ പ്ലസ് ഇനി 4 2 റുപ്പീസ് ആണല്ലേ, 4 2 രൂപയാണല്ലേ, അതായത് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. നോക്കിക്കേ മക്കളെ, അഗെയിൻ 30 പ്ലസ് 5 പ്ലസ് 2 പ്ലസ് 2 എത്രയാണ്, 4 4 പ്ലസ് 2 6 6 പ്ലസ് 2 എത്രയാണ്, 8. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്ക് 30 പ്ലസ് 5 പ്ലസ് 8 എത്രയാണ് മക്കളെ, എല്ലാവരും പറഞ്ഞ് 13 ആണ് അല്ലേ. 5 കൂട്ടണം 8 എത്രയാണ്, 13 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി, 43 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ മാനസയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, 43 റുപ്പീസ് ഉണ്ട്. അടുത്തത് ജയേഷ് ആണ്. ജയേഷിൻ്റെ കയ്യിൽ 4 10 രൂപയാണ്. നമുക്കറിയാം 4 10 ചേർന്നാൽ 40 ആണ്. അടുത്തത് 2 5 റുപ്പീസ് ആണ് അല്ലേ. 2 5 രൂപ ചേർന്നാൽ 10 ആണെന്ന് നമുക്കറിയാം. അടുത്തത് 3 2 റുപ്പി കോയിൻ ആണല്ലേ. അപ്പോൾ 2 പ്ലസ് 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാം. 40 പ്ലസ് 10 എത്രയാണ്, 50 ആണല്ലേ. 40 കൂട്ടണം 10 എത്രയാണ്, 50 ആണ്. ഇനി 2 പ്ലസ് 2 2 കൂട്ടണം 2 4 4 കൂട്ടണം 2 എത്രയാണ്, 6. അപ്പോൾ 50 പ്ലസ് 6 എത്രയാണ്, 56. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യുക കേട്ടോ. മിസ് പറയുന്ന രീതിയിൽ വേണമെന്നില്ല. കൂട്ടുകാർക്ക് ഓക്കെ ആയിട്ടുള്ള രീതി ഇതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതേ രീതിയിൽ ആഡ് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. മക്കൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആൻസർ മക്കൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് മക്കൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത ആളുടെ കയ്യിൽ 5 10 റുപ്പീസ് ആണുള്ളത്. 5 10 രൂപയാണ്. നമുക്കറിയാം 5 10 ചേർന്നാൽ 50 ആണ്. പ്ലസ് 1 5 റുപ്പിയാണല്ലേ, ഒരു 5 രൂപയാണ്. അപ്പോൾ 50 പ്ലസ് 5 എത്രയാണ്, 55 55 ആണ്. അടുത്തത് അനസാണ്. അനസിൻ്റെ കയ്യിൽ 1 10 റുപ്പിയാണ്, ഒരു 10 രൂപ നോട്ടും 8 5 റുപ്പീസ് നോട്ടുണ്ട് അല്ലേ. 8 5 രൂപ നോട്ടുണ്ട്. 8 5 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്രയാണ് മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 5ൻ്റെ ടേബിളൊക്കെ നമുക്കറിയാം. 8 × 5 8 × 5 എത്രയാ പറഞ്ഞേ മക്കളെ, 40 ആണ്, 40 ആണ്. അപ്പം നമുക്ക് അത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 10 പ്ലസ് 40 പ്ലസ് അടുത്തത് 6 2 റുപ്പീസ് ആണ്. 6 2 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 6 × 2 ആണ്. എത്രയാണ് മക്കളെ, 12 ആണ്. അപ്പോൾ 12 ഇങ്ങനെ എഴുതിയാലും മതി, എല്ലാം കൂടി നിരത്തി എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ 10 പ്ലസ് 40 40 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ആണ്. 50 പ്ലസ് 12 എത്രയാണ്, 62 ആണ്. ക്ലിയർ?
നോക്കിക്കേ മക്കളെ, അപ്പം നമ്മൾ ഓരോരുത്തരുടെയും കൈവശമുള്ള പൈസ നമ്മൾ കണ്ടെത്തിയില്ലേ. ആദ്യത്തെ നമ്മൾ കണ്ടെത്തി ഇവിടെ 43, ഇവിടെ 56, ദെൻ 55, 62. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ, ഹു ഹാഡ് മോർ മണി, ആരടുത്താണ് കൂടുതൽ പൈസ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരടുത്താണ് മക്കളെ? ഇവിടെ ഉള്ളതിൽ അനസിൻ്റെ അടുത്താണല്ലേ 62, ഇവിടെ ഉള്ളതിലും ഇവിടെ 56ഉം 43യും ആണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരുടെ അടുത്താണ്? അനസിൻ്റെ അടുത്താണുള്ളത് അല്ലേ. അനസിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതലുള്ളത്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ 10കളുടെയും 1കളുടെയും 5കളുടെയൊക്കെ എണ്ണം തന്നുകൊണ്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണാനായിട്ട് ചോദിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ ട്രിപ്പ് എന്നതാണ്. അതായത് നമ്മുടെ കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, മാനസ ആൻഡ് ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു ഗോ ഫോർ എ ട്രിപ്പ്. The trip is on 15 April 2024. Look at the calendar and find out the date. അതായത് നമ്മുടെ മാനസയും കൂട്ടുകാരും ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. ഏപ്രിൽ 15-നാണ് യാത്ര. കലണ്ടർ നോക്കി തീയതി കണ്ടുപിടിക്കൂ. അപ്പം ഏപ്രിൽ 15-നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏപ്രിൽ 15. അപ്പോൾ ആദ്യം മക്കൾ ചെയ്യേണ്ടത്, ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാണ് തന്ന തീയതി ഒന്ന് വേണമെങ്കിൽ സർക്കിൾ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഡേ ഈസ് 15 April 2024? അതായത് 2024 ഏപ്രിൽ 15 ഏത് ദിവസമാണ്? അപ്പോൾ 15 നമ്മൾ സർക്കിൾ ചെയ്തു. അത് ഏത് ദിവസം എന്ന് ചോദിക്കുകയാണെങ്കിൽ നേരെ മേലോട്ട് നോക്കുക. ഏതാണ്? മൺഡേ. മൺഡേ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? മൺഡേ എന്ന് പറഞ്ഞാൽ തിങ്കൾ. അപ്പം മൺഡേ എന്ന് ഇംഗ്ലീഷ് മീഡിയംകാർ മൺഡേ എന്ന് കൊടുക്കുക. മലയാളം മീഡിയം കൂട്ടുകാരാണെങ്കിൽ തിങ്കൾ എന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ഏപ്രിൽ? അതായത് ഏപ്രിൽ മാസത്തിൽ എത്ര ഡേയ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. എത്രയാണ് മക്കളെ? ഇവിടെ ലാസ്റ്റ് നമുക്കറിയാം 30 ആണുള്ളത്. അതുകൊണ്ട് 30 ദിവസമാണുള്ളത്. 30 ദിവസം, 30 ഡേയ്സ്. ഓക്കെ, അടുത്തത് വിച്ച് മന്ത് ഹാവ് 31 ഡേയ്സ്? വിച്ച് മന്ത്സ് ഹാവ് 31 ഡേയ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 31 ദിവസമുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ 31 ദിവസമുള്ള മാസങ്ങൾ? ഒന്ന് ഇപ്പോൾ ഉള്ള കറൻ്റ്ലി മാസത്തിൽ, അതായത് നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന മാസം ഏതാണ്? യെസ്, മാർച്ച് അല്ലേ. മാർച്ച് മാസം എത്രയുണ്ട്? 31 ഉണ്ട്. മാർച്ച് 31 ഉണ്ട്. ഇനിയും ഒരുപാട് മാസങ്ങളില്ലേ മക്കളെ? അത് നിങ്ങൾക്കായിട്ടുള്ളൊരു വർക്കായിട്ട് തരികയാണ് മിസ്സ്. ഓൾറെഡി മക്കൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ കലണ്ടർ നോക്കിയിട്ട് ഇന്ന് തന്നെ മക്കൾ കണ്ടെത്തുക കേട്ടോ. അതായത് 31 ദിവസമുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മാസങ്ങളുടെ പേര് മക്കൾ എന്ത് ചെയ്യുക? അങ്ങ് പഠിച്ചു പോവുക. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാണെങ്കിൽ ഇംഗ്ലീഷിൽ ആ മാസങ്ങളുടെ പേരുകൾ കറക്റ്റായിട്ട് തെറ്റാതെ എഴുതാൻ പഠിക്കണം. മലയാളം മീഡിയമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം? മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതാനായിട്ട് പഠിക്കണം. അപ്പോൾ ഒന്ന് നമ്മുടെ എക്സാമുള്ള മാസമാണ് മക്കൾ ഓർത്തിരുന്നത് ഏതാണ്? മാർച്ച്. ബാക്കിയുള്ളത് മക്കൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. നിങ്ങൾക്കുള്ളൊരു വർക്കാണ് കേട്ടോ. അടുത്ത് നോക്കിക്കും മക്കളെ. ഫൈൻഡ് ഔട്ട് എ നമ്പർ പാറ്റേൺ ഫ്രം ദി കലണ്ടർ ആൻഡ് റൈറ്റ് ഇറ്റ്. കലണ്ടർ നോക്കിയിട്ട് ഒരു നമ്പർ പാറ്റേൺ എഴുതാനാണ്. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. നമുക്ക് പറയുകയാണെങ്കിൽ സത്യത്തിൽ വെറുതെ ഒരു മാർക്ക് തരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കാര്യം എന്താണ് മക്കളെ? നമ്മളോടൊരു പാറ്റേൺ എഴുതാൻ പറഞ്ഞാൽ ഇതാ ഈ ഒരു വരി എഴുതിയാൽ കൂട്ടുകാർക്ക് അതിനുള്ള മാർക്ക് കിട്ടും. ഇനി അതല്ല അടുത്ത ഈ ഒരു ലൈനാണ് എഴുതുന്നത് വെച്ചാൽ അതിനും നമുക്ക് മാർക്ക് കിട്ടും. ഇനി ഇത് എഴുതിയാലും എന്താണ് മക്കളെ? ഇതിനും നമുക്ക് മാർക്ക് കിട്ടും. കാര്യം എന്താണ്? അതൊക്കെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നതാണല്ലേ. അതായത് കൂട്ടുകാർക്ക് അറിയാം 3-ൽ നിന്ന് 10 ആവണമെങ്കിൽ എത്രയാണ്? 7 ആഡ് ആവുന്നത് അല്ലേ. 7 17 ആവണമെങ്കിൽ വീണ്ടും 7 ആഡ് ആവുന്നത്. 17 24 ആവണമെങ്കിൽ വീണ്ടും 7 ആഡ് ആവുന്നത് അല്ലേ. അതായത് 7 വീതം കൂടിയാണ് അവിടെ താഴേക്ക് വരുമ്പം ഡേയ്സ് വരുന്നത് അല്ലേ. അവിടെ ഡേറ്റ് വരുന്നത്. അപ്പം മക്കൾ അതിൽ ഏതെങ്കിലും എഴുതിയാലും ഒന്നെങ്കിൽ സൺഡേയുടെ കോളത്തിലുള്ള നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ മൺഡേയുടെ കോളത്തിലുള്ള നമ്പേഴ്സ് കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എത്ര വേണമെങ്കിലും നമുക്കിതൊന്ന് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മക്കളത് ജസ്റ്റ് നോക്കി പോയാൽ മതി കേട്ടോ. അപ്പോൾ കലണ്ടറുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ ഏത് ചോദ്യങ്ങൾ വരികയാണെങ്കിലും മക്കൾ ചെയ്യുമല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ പാറ്റേൺ മക്കൾ എഴുതി നോക്കുക. മിസ് ഇപ്പോൾ കാണിച്ചു തന്നല്ലോ, എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ്സ് മേക്ക് വെജിറ്റബിൾ ഗാർഡൻ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാം എന്നതാണ് അടുത്തൊരു പ്രവർത്തനം. നോക്കിക്കേ. ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു മേക്ക് എ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ദെയർ ഹോംസ് ഡ്യൂറിങ് ദി സമ്മർ വെക്കേഷൻ. അതായത് സമ്മർ വെക്കേഷനിൽ കൂട്ടുകാർ എന്ത് തീരുമാനിച്ചു മക്കളെ? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
നമ്മുടെ മാനസ ബോട്ട് 1 പാക്കറ്റ് ഓഫ് പീ സീഡ് ആൻഡ് 1 പാക്കറ്റ് ഓഫ് ബിറ്റർ ഗോഡ് സീഡ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്നാണ് ചോദിച്ചത്. നമ്മുടെ മാനസ് എന്ത് ചെയ്തിട്ടുണ്ട്, വിത്തുകൾ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവൾ എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്, പീ സീഡ് അല്ലേ, പയറ് വിത്ത് മേടിച്ചിട്ടുണ്ട്, അതുപോലെ ബിറ്റർ ഗോഡ് അല്ലേ, കയ്പ വിത്തൊക്കെ അവൾ മേടിച്ചിട്ടുണ്ട്. എത്ര രൂപയായിരിക്കും എന്നാണ് അവളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതുപോലെ പ്രൈസ് ലിസ്റ്റ് തന്നുകൊണ്ട്, അതായത് വില വിവര പട്ടിക തന്നുകൊണ്ടുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ഐറ്റത്തിൻ്റെയും പേരും തരും, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും തരും. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്, നമ്മുടെ മാനസ പീ സീഡ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബിറ്റർ ഗോഡും ആണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. ഇതിനാണെങ്കിൽ 35, ഇതിനാണെങ്കിൽ എത്രയാണ് 27, 35 രൂപയും 27 രൂപയാണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എത്ര രൂപയായി ടോട്ടൽ കോസ്റ്റ് എന്നതാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, അത് തമ്മിൽ ആഡ് ചെയ്യണം. അതായത് 35 കൂട്ടണം 27 ചെയ്യണം. മനസ്സിലായോ മക്കളെ? രണ്ടും കൂടി ആഡ് ചെയ്ത് 7 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്രയാണ് പറഞ്ഞത്? 7 കൂട്ടണം 5 12 ആണ് അല്ലേ. ബാലൻസ് 1 നമ്മൾ അടുത്ത ഡിജിറ്റിന് കൊടുത്തു. 3 + 2 5 ആണ്, 5 1 6. അപ്പോൾ ടോട്ടൽ എത്രയായി? 62, 62 എന്ന് കിട്ടി. അപ്പോൾ അവൾക്ക് എത്ര രൂപയാണ് ടോട്ടലായിട്ടുള്ളത്? 62 രൂപയാണ്. ഇനി നമുക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മാനസ ബോട്ട് 1 പാക്കറ്റ് ഓഫ് പീ സീഡ് ആൻഡ് 1 പാക്കറ്റ് ഓഫ് അത് നമ്മൾ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, നമുക്ക് ആൻസർ കിട്ടി 62 കിട്ടിയില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ദ്രുത ബോട്ട് 1 പാക്കറ്റ് ഓഫ് കുക്കുംബർ സീഡ് ആൻഡ് 1 പാക്കറ്റ് ഓഫ് സ്പിനാച്ച് സീഡ് അല്ലേ. അവൾ കുക്കുംബറും അതുപോലെ തന്നെ സ്പിനാച്ചും ആണ് മേടിച്ചിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, കുക്കുംബറിന് എത്ര രൂപയാണ്? 20 ആണ്. അതുപോലെ സ്പിനാച്ചിന് 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണണം. 20 + 18 എത്രയാണ് മക്കളെ? 38, 38 രൂപയാണ്. ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത്, ജയേഷ് ഹാസ് 4 10 rupees നോട്ട്സ് ആൻഡ് 4 2 rupee കോയിൻസ് വിത്ത് ഹിം. ഹൗ മച്ച് റുപ്പീസ് ഹി ഹാഡ് വിത്ത് ഹിം? അതായത് ജയേഷിൻ്റെ കയ്യിൽ 4 10 രൂപ നോട്ട്, അപ്പം നമുക്കറിയാം 40 രൂപയാണ്. പ്ലസ് എത്രയാണ് മക്കളെ? 4 2 rupees നോട്ടിൽ, അതായത് 4 × 2 ചെയ്താൽ മതി, എത്രയാണ്? 8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 40 + 8 എത്രയാണ് ടോട്ടൽ? 48. അപ്പോൾ അവൻ്റെ കയ്യിൽ ആകെ എത്രയുണ്ട്? 48 രൂപയുണ്ട്. വിച്ച് സീഡ്സ് ക്യാൻ ബി ബോട്ട് ബൈ ജയേഷ് യൂസിങ് ഓൾ ദി മണി ഹി ഹാഡ്? അവൻ്റെ കയ്യിലുള്ള മൊത്തം എമൗണ്ട് വച്ചിട്ട് അവന് ഏത് വിത്തുകളാണ് മേടിക്കാനായിട്ട് പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ടോട്ടൽ എത്രയാണുള്ളത് മക്കളെ? ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 48 രൂപയാണ് അല്ലേ. 48 രൂപയാണ്. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് ഒന്ന് ലേഡീസ് ഫിംഗർ സെലക്ട് ചെയ്യാൽ അതിനെത്രയാണ്? 30 ആണ്. ഒന്ന് സ്പിനാച്ച് നോക്കിക്കേ, 18 ആണ്. ഇനി രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കുക മക്കളെ. 30 + 18 എത്രയാണ്? 0 + 8 8 ആണ്. 3 + 1 4 48. അപ്പോൾ അവന് അത് രണ്ടും കൂടി മേടിച്ചൂടെ മക്കളെ? ലേഡി ഫിംഗറും അതുപോലെ തന്നെ സ്പിനാച്ചും അല്ലേ, ഇത് രണ്ടും മേടിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ വേണം മക്കളത് കണ്ടെത്താനായിട്ട് കേട്ടോ. ഇനി വേറെയും ഉണ്ട്. ഇവിടെ നോക്കിക്കുക മക്കളെ, നമ്മുടെ കുക്കുംബർ 20യും പംകിൻ 28 ആണ് അല്ലേ. അത് തമ്മിൽ ആഡ് ചെയ്താൽ എത്രയാണ്? 48 ആണ്. അപ്പോൾ ആ രീതിയിലും മക്കൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെയ്യാൻ കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ നോട്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് പ്രൈസ് ലിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ മക്കളെ, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് കൂടുതൽ ക്ലിയർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇലക്കണക്കാണ്. നോക്കിക്കേ. ഫോർ ദി ന്യൂ ഇയർ സെലിബ്രേഷൻ ബനാന ലീവ്സ് വെർ ബ്രോഡ്. ദ റിമൈനിങ് ലീവ്സ് വെർ ഗ്രൂപ്പ്ഡ് ഇൻടു 2 ബൈ സുന്ദരി കാക്ക. There were 5 groups in total. എന്താ മക്കളെ ക്വസ്റ്റ്യൻ? പുതുവത്സരാഘോഷത്തിന് കൊണ്ടുവന്ന വാഴയില കുറച്ച് ബാക്കിയായി. ബാക്കി വന്ന ഇലകൾ സുന്ദരിക്കാക്ക 2ൻ്റെ കൂട്ടങ്ങളാക്കി വെച്ചു. 5 കൂട്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി വന്ന ഇലകളാണ് ചോദിച്ചത്. അപ്പോൾ 2ൻ്റെ കൂട്ടങ്ങളാണ് ആക്കിയിട്ടുള്ളത്. എത്ര കൂട്ടങ്ങളുണ്ട്? 5 കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് മക്കളെ? 2 × 5 ചെയ്താൽ മതി. ടോട്ടൽ എത്രയാണ്? 10. അപ്പോൾ എത്രയാണ് ബാക്കി വന്നിട്ടുള്ളത്? 10 ബാക്കി വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെയൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും ടേബിൾ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ,
ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, കൂട്ടങ്ങളാക്കി ഇലകൾ സുന്ദരിക്കാക്ക തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു, അവൾക്ക് ഒരു ഇലയ്ക്ക് 2 രൂപ വീതം കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം നമ്മുടെ കൈവശമുള്ളത് 10 ഇലയാണ്. ഒരു ഇലയ്ക്ക് എത്ര രൂപ വെച്ചാണ് കിട്ടിയിട്ടുള്ളത്? 2 രൂപ വെച്ചാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും മക്കളെ? കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 10 × 2 ചെയ്യണം. 10 ഗുണിക്കണം 2 എത്രയാണ്? 20. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അത് പറയുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ഇനി വരുന്ന അധ്യയന വർഷത്തിൽ നിങ്ങളുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ വെറും മന്ത്ലി 100 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകളല്ലാതെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും ഇംഗ്ലീഷ് എഴുത്തും കാര്യങ്ങളൊക്കെ കൂടുതൽ ഈസി ആവാനായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠനത്തിൽ കുറച്ച് അല്പം പിന്നോട്ട് നിൽക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് മന്ത്ലി ഈ കോഴ്സുകളെല്ലാം വെറും 100 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹോട്ടലിൽ നിന്ന് സുന്ദരിക്കാക്ക 35 രൂപയ്ക്ക് മധുര പലഹാരം വാങ്ങി. ഹോട്ടൽ ഉടമയ്ക്ക് സുന്ദരിക്കാക്ക എത്ര രൂപ കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് കിട്ടിയത് സുന്ദരിക്കാക്കയ്ക്ക് എത്ര രൂപയാണ്? 20 രൂപയാണ്. മധുര പലഹാരത്തിൻ്റെ വില എത്രയാണ്? 35 രൂപയാണ്. അങ്ങനെ ആണെങ്കിൽ ഹോട്ടൽ ഉടമയ്ക്ക് ഇനി കൊടുക്കേണ്ട തുക കണ്ടെത്താൻ എന്ത് ചെയ്യണം മക്കളെ? 35 നിന്ന് എന്ത് ചെയ്യണം? 20 രൂപ മൈനസ് ചെയ്യണം അല്ലേ? 35 - 20 ചെയ്യണം. 5 നിന്ന് 0 മൈനസ് ചെയ്താൽ 5 ആണ്. 3 - 2 ചെയ്താൽ 1 ആണ്. അപ്പോൾ ബാക്കി എത്ര പൈസ കൂടി അവൾ കൊടുക്കണം? 15 രൂപ കൂടി സുന്ദരിക്കാക്ക നമ്മുടെ ഹോട്ടൽ ഉടമയ്ക്ക് കൊടുക്കണം. വേണ്ടേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇതും കുറച്ച് അധികം നമുക്ക് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് മക്കളെ. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം മക്കൾ പഠിച്ചിരിക്കേണ്ടത് 2ൻ്റെയും 5ൻ്റെയും അതുപോലെ തന്നെ 10ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് കൂട്ടുകാർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാ മക്കളും പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.